തൊണ്ടി മുതൽ പോലും കണ്ടെടുക്കാൻ 90 ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. സാർ, ഈ പ്രതികൾ കൂടി പുറത്തിറങ്ങിയാൽ മുഴുവൻ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഇല്ലാതായി മാഞ്ഞുപോകും. സാർ, അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് ഇരച്ചു കയറിയത്. സാർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. സാർ, അങ്ങോട്ട് പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സാർ, കേരളത്തിലെ സാർ, ഞാൻ അന്ന് തന്നെ എന്റെ അവകാശം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഒരു മന്ത്രി തടസ്സപ്പെടുത്തിയാണ് അങ്ങ് എനിക്ക് തന്നാണ് ഈ അവസരം. സാർ, ഈ നിയമസഭാ സമ്മേളനം കൂടെ തീരുകയാണ്. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക.